ഹായ്, നമ്മളെ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റിൻ്റെ അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ വിചാരിക്കുന്നത്. ഇന്നലെ നമ്മൾ എക്സിറ്റ് ചെയ്ത് നല്ലൊരു പോയിന്റിലായിരുന്നു. കേട്ടിട്ട് മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. പിന്നെ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. 10:07 ആയിട്ടുള്ളൂ ടൈം. പിന്നെ 10:07 നമുക്ക് മാർക്കിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. പിന്നെ മാർക്കറ്റ് പ്രൊഫൈൽ ഒരു 24,375 ഇന്നലത്തെ വാല്യൂ ഏരിയ ഹൈ ഉണ്ട്. അതൊരു ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ ഒരു പുട്ട് ഓപ്ഷൻ ഒറ്റ ലോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. മാർക്കറ്റ് ഓർഡർ ഫ്ലോ കൂടി കൺഫർമേഷൻ ഉണ്ടെങ്കിൽ കിട്ടും, സെല്ലിംഗ് സൈഡ് ഉണ്ടെങ്കിൽ. ഓക്കെ, അതാണ് ഇന്നത്തെ പ്ലാന്. ആ ടൈം നമ്മളെ 10:16 നമുക്ക് മാർക്കിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ഓക്കെ, ലോ വരുന്നത് 24,383. ഹൈ വരുന്നത് 24,476.35. ഓക്കെ, പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യും 24,100 സിയും പിന്നെ 24,700 പി ആണ് നമ്മൾ ചെയ്യണം. രണ്ടും ഇന്ത മണി തന്നെയാണ്. ഓക്കെ, പിന്നെ ഏത് സൈഡ് എടുക്കാം നമുക്ക് ബ്രേക്ക് ഔട്ട് വരും നോക്കാം. അതുപോലെ 10:15 to 10:45 ഇടയിൽ വരുന്ന ട്രേഡുകൾ നമ്മൾ എടുക്കാറില്ല, അതായത് എക്സ്റ്റൻഷൻ ട്രേഡുകൾ എടുക്കാറില്ല. ഓക്കെ, ബാക്കി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളെ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട് 24,476. എൻട്രി നമ്മൾ പ്രൈസ് 418 ആണ് 24,200 സി വി ആയിരിക്കും. പക്ഷേ നമുക്ക് അവിടെ എൻട്രി കിട്ടിയിട്ടില്ല. അവിടെ ഏകദേശം 18 പോയിൻറ്റ് മൂവ് ചെയ്ത് മാർക്കറ്റ് ഏകദേശം നമ്മൾ ടാർഗറ്റ് അടിക്കാനായി. പക്ഷേ അതൊന്നും ചെയ്യല്ല, ചില ദിവസങ്ങൾ അങ്ങനെയും പോവും. ഓക്കെ, എൻട്രി കിട്ടാതെ ഭയങ്കര ഫാസ്റ്റ് മൂവ് ആയിരുന്നു. സമയം 12:15 അതായത് നമുക്ക് ആ എൻട്രി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഭയങ്കര മൂവ്മെൻറ്റ് കിട്ടി, ഭയങ്കര മിസ്സായി. ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ സൈക്കോളജി ഭയങ്കര പ്രശ്നമാണ്. ഇത് നമ്മൾ എൻട്രി പ്രൈസൊക്കെ വെച്ച് ട്രിഗർ ആയില്ല എന്നുണ്ടെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ. പക്ഷേ ട്രേഡിങ് ഇതൊക്കെയാണ്. ചില ദിവസം എൻട്രി കിട്ടില്ല, ചില ദിവസം എൻട്രി കിട്ടി ലോസ് ആവും, ചില ദിവസം എൻട്രി കിട്ടാതെ ഇതുപോലെ ഹ്യൂജ് ബൈയിങ്ങൊക്കെ വന്ന് ഓർഡർ ഫ്ലോ ആ സെക്കൻഡ്സിലൊക്കെ നടന്ന് നമുക്ക് ഓർഡർ കിട്ടിയില്ല. ഏകദേശം നമ്മൾ വിചാരിച്ചതിനെക്കൊണ്ട് ടാർഗറ്റ് എൻ്റെ മുകളിൽ പോയി. നമ്മൾ ബൈ ചെയ്യാൻ വിചാരിച്ച് 418 ഏകദേശം ഹൈ 509 വരെ പോയി ആ ഒരു സ്പൈക്കിൽ. ഓക്കെ, പിന്നെ കുഴപ്പമില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്നിനി വേറെ ട്രേഡൊന്നുമില്ല, വെള്ളിയാഴ്ച അല്ലേ. പിന്നെ നമുക്ക് ഈ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയിലും കൂടി ടോട്ടൽ ലോസ് വരുന്നത് 4,400 നമ്മൾ മൊത്തം ലോസ് കാണിക്കണം. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ 2,100, ഈ ആഴ്ച 2,300 ടോട്ടൽ. ഓക്കെ, ഇത് നമ്മുടെ ടാക്സൊക്കെ പോയിട്ടുള്ള ലോസ് തന്നെ നമ്മൾ പറയുന്നത്. ഓക്കെ, കാര്യങ്ങൾ അപ്പോൾ ഇനി തിങ്കളാഴ്ച മുതൽ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശനി ഞായറും ആശംസിക്കുന്നു. പിന്നെ ശനി ഞായറും നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ബാക്ക് ടെസ്റ്റിങ്, അതുപോലെ നമ്മൾ മറ്റേ എന്താ പറയുക, ജേണൽ ഉണ്ടാവില്ല, ട്രേഡിങ് ജേണൽ, ഇതൊക്കെ ഇരുന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇതുപോലെ നമ്മൾ ബുക്കുകളിലൊക്കെ വേറെ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ടാവും. PNLൻ്റെ ഇങ്ങനെയൊക്കെ എഴുതി ഏകദേശം ഏതൊക്കെ മാസം ലോസ്, ഏതൊക്കെ മാസം പ്രോഫിറ്റ് ഇരുന്ന്, ഏതൊക്കെ ദിവസങ്ങൾ പ്രോഫിറ്റ് ഇരുന്ന്, ഏതൊക്കെ അത് തിങ്കൾ ചൊവ്വ ബുധൻ അതിലുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ നോക്കി വെക്കും. എന്നിട്ട് ഇതിന് സ്ട്രാറ്റജിയിൽ ചേഞ്ച് വരുത്താനുള്ളതൊക്കെ വരുത്തും അങ്ങനെ. അപ്പോൾ എല്ലാവരും ശനി ഞായർ അടിച്ച് വിളിക്കും. നമ്മൾ നേരത്തെ പൊസിഷൻ എല്ലാം പറഞ്ഞു, പക്ഷേ എന്നെ കാണിച്ചിടാൻ മറന്നു. നമ്മൾ ഓർഡർ ക്യാൻസൽ ചെയ്ത് പിന്നെ എന്താ പറയുക, വേറെ പൊസിഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ.